ഏഷ്യാനെറ്റിലെ ഒരു വെളിപ്പെടുത്തൽ നിങ്ങളോട് തന്നെ നേരിട്ട് പറയാം. വെളിപ്പെടുത്തലാണല്ലോ ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആദ്യം. ആ വെളിപ്പെടുത്തൽ വരുന്നതാട്ടെ 3 ദിവസം അയ്യപ്പ സംഗമം നടക്കാൻ സമയം ബാക്കി നിൽക്കുകയാണ് വെളിപ്പെടുത്തൽ വരുന്നത്. അതിനുശേഷം പിന്നീടത് അന്വേഷിച്ച് വരുമ്പോൾ ആ വെളിപ്പെടുത്തിയ ആളിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ സാധനം കണ്ടെടുക്കുന്നു. അപ്പോ കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ ബോധ്യപ്പെടുകയാണ്. അപ്പൊ ഈ അന്വേഷണത്തിന് സർക്കാരല്ല ഉത്തരവിടുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചുമതലയിലും നിർദ്ദേശത്തിലുമാണ് 2023 മുതൽ ശബരിമലയിലെ സ്വർണം മറ്റുരുപ്പടികൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതിയോടുകൂടി പോകേണ്ടത്. അതിൽ ആദ്യം കയറി കോടതി ഒരു തീരുമാനമെടുത്ത് സൊമോട്ടോ കേസെടുത്ത് കാര്യങ്ങളുമായി നീങ്ങുമ്പോൾ അതിന് സമാന്തരമായി ഗവൺമെന്റ് മറ്റൊരു അന്വേഷണമായി പോകുമ്പോൾ കോടതിയെ വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് വരും. ഞങ്ങൾക്ക് കോടതിയെ പൂർണ്ണമായി വിശ്വാസമാണ്. ഗവൺമെന്റ് അഭിപ്രായം ഇതൊരു SIT എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം, അതല്ലെങ്കിൽ പ്രത്യേക ക്രൈംബ്രാഞ്ചിന്റെ ഉന്നത ടീം അന്വേഷിക്കണം, അതല്ലെങ്കിൽ കേരള പോലീസിലെ വിജിലൻസിലെ ഉന്നത, ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടീമിനെ വെക്കണമെന്ന ആശയം സംസ്ഥാന ഗവൺമെന്റാണ് ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിൽ മുഖാന്തരം ദേവസ്വം ബോർഡിനെ കൊണ്ട് കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചത്. കോടതി അത് അംഗീകരിച്ചു. അപ്പൊ അതിനു മുമ്പ് കേസെടുക്കുക എന്നുള്ളത് കോടതിയെ വെല്ലുവിളിക്കലാണ്. കോടതിയെ വെല്ലുവിളിക്കുന്ന സമീപനം ഗവൺമെന്റ് എടുക്കാറില്ല.